പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി സോറി പറഞ്ഞതാണ്. പക്ഷെ അതിനെ അവര് ഒരുപാട് അത്രയ്ക്ക് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് അവരതിനെ ഇഗ്നോർ ചെയ്ത്. സെക്കൻഡ് ടൈം അപർണയുടെ സോറി പറഞ്ഞുകൊണ്ട് കുട്ടി കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ലേഡി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, ആദ്യത്തെ അറ്റംപ്റ്റ് തെറ്റായിരുന്നു എന്ന് തോന്നി. അച്ചക്കത്തോളത് കൈയിടാൻ പാടില്ല, എന്ത് ഫാൻസ് ആണെന്ന് പറഞ്ഞാലും. പക്ഷെ സെക്കൻഡ് ടൈം അപർണയുടെ സോറി പറഞ്ഞുകൊണ്ട് കുട്ടി കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. എല്ലാ ലേഡീസും അത് പിന്നെ ബിഹേവ് ചെയ്യും. അപ്പോൾ അഫ്കോഴ്സ് നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യണം എന്താണെന്ന്. പക്ഷെ അത് കഴിഞ്ഞ ആൾ പറഞ്ഞല്ലോ, ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ ചെയ്തതേ ഉള്ളൂ. സോറി പറഞ്ഞ അവരുടെ ഫ്യൂച്ചറിനെ, ആ ചെക്കൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കാത്ത രീതിയിൽ സ്റ്റോപ്പ് ചെയ്താൽ തീരാന്നുള്ള വിഷയമേ ഉള്ളൂ. അവിടെ സസ്പെൻഡ് ചെയ്ത് അതിന്റെ അത്രത്തോളം എത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി ആ ചെക്കൻ മേക്ക് സീൻ ചെയ്തതായിരിക്കും. ആ സമയത്ത് എല്ലാവരും ചെയ്യാറുള്ള പോലെ ഒരു സീൻ. ഇപ്പൊ ഒരു ജെന്നിന് പകരം ഒരു ലേഡിയുടെ അടുത്താണ്, ലേഡിയാണ് വന്ന് ഒരു ആൺകുട്ടിയുടെ തോളിൽ കൈയിട്ട് ഒരു മെക്കസീൻ ഉണ്ടാക്കി ആക്സെപ്റ്റ് ചെയ്യില്ലേ? അത് ഭയങ്കര തന്റെ ഇടം പോലെ എടുക്കത്തില്ലേ? അപ്പൊ അതൊരു പെണ്ണിന്റെ അകത്ത് എല്ലാ പെൺപിള്ളാരും പറയും ആണും പെണ്ണും ഈക്വൽ ആവണം, ഇവിടെ എല്ലാം ഈക്വൽ ആവണം എന്ന് വാദിക്കും. പക്ഷെ ഇങ്ങനെയുള്ള സീനൊക്കെ വരുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് വലിയും. ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ പറയുന്ന തെറ്റ് തന്നെയാണ്, ചെയ്യാൻ പാടില്ല. തോളിൽ ആ ഒരു പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ തോളിൽ കൈയിടാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അഫ്കോഴ്സ് അവൻ വന്ന്, ആ ചെക്കൻ വന്ന് സോറി പറയുന്നുണ്ട്, ഒരു കൈ കൊടുത്ത് ഷേക്കൻ്റെ അടുത്ത് അവസാനിപ്പിക്കാതെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. അത് ആ കുട്ടിയുടെ ഭാവി കളയുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ട ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. എല്ലാരും ഷോക്കായിട്ടുണ്ടാവും. കോളേജ് അല്ലേ, നമ്മളുടെ ചോര തിളയ്ക്കുന്ന പ്രായമല്ലേ. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കയ്യിലില്ലാത്ത പയ്യന്മാരോ പെൺകുട്ടികളോ ഉണ്ടാവില്ല. കുറച്ച് ആക്റ്റീവ് കൂടുതലായിരിക്കും. അവിടെ മോശമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെക്കനാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ചെക്കനാണെങ്കിൽ പേഴ്സണലി കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയല്ലല്ലോ. പബ്ലിക്ക് അവനൊന്ന് ഹീറോയിസം കാണിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് തോളിൽ കൈയിടാൻ ട്രൈ ചെയ്തു. ഒരു ഹീറോയിസം ട്രൈ ചെയ്തു, എല്ലാവർക്കും ഇടയിൽ ഒരു ഷോ ഓഫ് കാണിച്ചു. അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എല്ലാവരും മുമ്പിൽ വെച്ച് സോറി എന്ന് പറയുന്ന വാക്കിന് ഇത്ര വാലിഡിറ്റി ഇല്ലേ? ആ വാക്ക് ആ കുട്ടി യൂസ് ചെയ്ത് സോറി പറയുമ്പോൾ ഫിനിഷ് ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. ആ ചെക്കൻ്റെ വിദ്യാഭ്യാസം കളഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് പോകണ്ടായിരുന്നു എന്ന് തോന്നി. അപർണയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത്രയും നീട്ടിക്കൊണ്ട് പോകാതെ അതൊരു ഫാന് ചെയ്ത കാര്യം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അപർണ അവിടെ ഒരു സൊല്യൂഷൻ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കില്ലായിരുന്നു എന്ന് തോന്നി. അത് ആ ഒരു ഇഷ്യൂ തികച്ചും ആ കുട്ടി ചെയ്ത തെറ്റാണ്. ഒരു സെലിബ്രിറ്റി ആണെങ്കിലും അനുവാദമില്ലാതെ തോളിൽ കൈയിട്ടത്, അത് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. അപർണ ബാലമുരളി ഈ ഫോട്ടോ എടുക്കാൻ നേരത്ത് പിന്മാറുന്നത്. അപ്പൊ അതായത് ആ സെലിബ്രിറ്റി ആണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല. കാരണം അനുവാദമില്ലാതെ നമ്മളിപ്പോ ഏതൊരു പെൺകുട്ടിയുടെ ആയാലും അങ്ങനെ ഇട്ട്, അതിപ്പോ ലോ കോളേജ് വിദ്യാർത്ഥിയാകുമ്പോൾ കൂടുതൽ നിയമം അറിയാവുന്ന ആളാണ്. അങ്ങനെ ചെയ്തതിനോട് ഞാൻ തികച്ചും എന്നുവെച്ചാൽ തെറ്റാണ് ചെയ്തത്. പിന്നെ 8 മാപ്പ് പറഞ്ഞു ആ കുട്ടി, സസ്പെൻഷനൊക്കെ കൊടുത്തു. പക്ഷെ 8 മാപ്പ് പറഞ്ഞു. എങ്കിൽ കൂടി നമ്മളിപ്പോ തെറ്റ് ചെയ്തിട്ടാണ് ന്യായീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ തികച്ചും തെറ്റാണ് ചെയ്തത്. അത് അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെയോ പിൻബലത്തോടു കൂടിയായിരിക്കും അദ്ദേഹം അത് ചെയ്തത്. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മളിടം പോലെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചമ്മി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയവും അദ്ദേഹം വിശ്വസിച്ച ഒരു പശ്ചാത്തലവുമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞു. അത്രയും തന്നെ. അതോടുകൂടി അത് കഴിഞ്ഞല്ലോ. ഇങ്ങനെ തെറ്റ് പറ്റുമ്പോൾ മാപ്പ് പറയുന്നു. തെറ്റ് പറ്റിയത് കൊണ്ട് മാപ്പ് പറയുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ കണ്ടാൽ മതി. ഈ സ്റ്റുഡൻറ് ഒരു സസ്പെൻഷൻ കിട്ടിയായിരുന്നു ഇതിന്റെ പേരിൽ. അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ വിഷയത്തിന് ശേഷം? അല്ല, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കുന്ന കാര്യം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സസ്പെൻഷൻ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നില്ല. 7 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. അതൊരു വലിയ കാലാവധിയാണെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യുന്നതിൽ പ്രശ്നവുമില്ല. നമ്മുടെ ശരീരത്തിലൂടെ തൊടുമ്പോൾ അത് ഫുഡ് ടച്ച്, ബാഡ് ടച്ച്, അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ തൊടാൻ നോക്കിയത് അവർ ആ ഒരു രീതിയിൽ പ്രതികരിച്ചു. അത്രയേ ഉള്ളൂ. അതിനപ്പുറം കാരണം തോന്നിയിട്ടില്ല. അവർ എന്തായാലും മോശമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് പുള്ളിയുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി സോറി പറഞ്ഞതാണ്. പക്ഷെ അതിനെ അവർ ഒരുപാട് അത്രയ്ക്ക് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് അവരതിനെ ഇഗ്നോർ ചെയ്ത് മാറ്റിയത്. അതല്ലാതെ വേറൊരു അവിടെ വലിയൊരു ഇഷ്യൂ ആയതില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇഗ്നോർ ചെയ്തതാണ്. അത്രേ ഉള്ളൂ. പിന്നെ പയ്യൻ സസ്പെൻഷൻ കിട്ടിയായിരുന്നു ഈ ഒരു വിഷയം, കാരണം അത് അറിഞ്ഞിരുന്നു.
പയ്യന് സസ്പെൻഷൻ കിട്ടിയെന്ന് വെച്ചാൽ അത് കോളേജ് അധികൃതർ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ആയിട്ടൊരു ശിക്ഷ കൊടുത്തതല്ല. അത് അപർണ ബാലമുരളിയായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കാരണം ഒരു കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരതിനെ കുത്തിപ്പൊക്കിയിട്ടില്ല. ഇത് കോളേജിൽ നിന്നുള്ള അവരുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവരൊരു ആക്ഷൻ എടുത്തു, അത്രേ ഉള്ളൂ.